അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സർ റൊണാൾഡ് റോസ് എന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. വളരെ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനായിരുന്നു. 1902 ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. സർ റൊണാൾഡ് റോസ്, നിങ്ങൾക്ക് ചിലർക്ക് അറിയാമായിരിക്കും. അദ്ദേഹം ഈ മലേറിയ എന്ന രോഗം വരുന്നതിൻ്റെ മൂലകാരണം അന്വേഷിച്ചു. മൂലകാരണം എന്താണ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി അദ്ദേഹം പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങൾ നടത്തി. അനോഫിലിസ് കൊതുക്, 2000-ലേറെ അനോഫിലിസ് കൊതുകുകളെ അദ്ദേഹം ശേഖരിച്ചു. അനോഫിലിസ് കൊതുക് 2000-ലേറെ കൊതുകുകൾ, അവയെക്കൊണ്ട് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അതിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് അതിൽ കുറേ കൊതുകുകൾ ചത്തുപോയി. കഷ്ടം, എന്തുകൊണ്ടാണോ കുറേ കൊതുകുകൾ ചത്തുപോയി. അപ്പോൾ ആ ഗവേഷണം പൂർത്തീകരിക്കാൻ സാധിക്കില്ലായിരിക്കുമോ എന്ന് അദ്ദേഹം വിഷമിച്ചു. എന്നാൽ അദ്ദേഹം മടുത്തില്ല, അദ്ദേഹം നിരാശനായില്ല. അത്യുത്സാഹത്തോടെ അദ്ദേഹം പരിശ്രമിച്ചു. കേൾക്കൂ,
അദ്ദേഹം മലമ്പനിയുടെ മൂല കാരണം എന്ത് എന്ന് കണ്ടുപിടിച്ചു. ഈ കൊതുകുകൾ പരത്തുന്നതായി ഈ രോഗത്തിൻ്റെ രോഗാണുക്കൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അങ്ങനെ മലമ്പനിയെ ഈ ഭൂമുഖത്ത് നിന്ന് ആട്ടി അകറ്റാനുള്ള വിദ്യ അദ്ദേഹം ലോകത്തിന് സംഭാവന ചെയ്തു. 2000-ലേറെ കൊതുകുകളെ സംഭരിച്ചത് വലിയൊരു യത്നം. അതിൽ കുറേയേറെ കൊതുകുകൾ ചത്തുപോയി. അത് നിരാശയിലേക്ക് കൊണ്ടുപോയില്ല. അദ്ദേഹം നിരാശനായില്ല. തളരാതെ പരിശ്രമിച്ചു. തളരാതെ പരിശ്രമിക്കുക. ഒരിക്കലും തളരരുത്. നിങ്ങളുടെ ജീവിതത്തിൽ തളർച്ചയ്ക്ക് നിങ്ങൾ ഇടം കൊടുക്കരുത്. എപ്പോഴും നിങ്ങൾ പോസിറ്റീവ് ആകുക. ജയിക്കും. നിങ്ങൾ ഓപ്റ്റിമിസ്റ്റിക് ആകുക. എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്റ്റിമിസ്റ്റിക്? ശുഭാപ്തി വിശ്വാസമുള്ളവരാകുക. ഓപ്റ്റിമിസ്റ്റിക് ശുഭാപ്തി വിശ്വാസം. ചിലരെങ്ങനെയല്ല, ചിലർ എപ്പോഴും അശുഭവിശ്വാസം, പെസിമിസ്റ്റിക് എന്ന് പറയും. അശുഭചിന്ത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ചെയ്യാവില്ല, ഞാൻ എൻ്റെ കാര്യമൊക്കെ പോക്കായില്ലേ, എനിക്ക് ആരാ ഉള്ളത്, എനിക്ക് തന്നെ സഹായിക്കാൻ ആരാ ഉള്ളത്, എനിക്കായിട്ട് പ്രാർത്ഥിക്കാൻ ആരാ ഉള്ളത്, ഏതെങ്കിലും പാരമ്പര്യം മറ്റോ എനിക്കുണ്ടോ, ഞാനങ്ങ് ജയിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ എപ്പോഴും പെസിമിസ്റ്റിക് ചിന്താഗതി, എപ്പോഴും അശുഭ ചിന്താഗതി, അത് നിഷേധ ചിന്തയാണ്, നെഗറ്റീവാണ്. ഒരിക്കലും നെഗറ്റീവ് ആകരുത്. ഒരു കാരണവശാലും നാം നെഗറ്റീവ് ആകരുത്. നാം പോസിറ്റീവ് ആയിക്കൊള്ളണം. എന്ത് വന്നാലും ശരി, ഞാൻ ജയിക്കും. എന്തുകൊണ്ട്? ഒരു വിശ്വാസിക്ക് പറയാൻ വകയുണ്ട്. എന്തുകൊണ്ട്? എൻ്റെ ദൈവത്താൽ. സ്തോത്രം. എൻ്റെ ദൈവത്താൽ, എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട്. അവൻ അത്യുന്നതനാണ്, അവൻ സർവ്വവല്ലഭനാണ്, സർവ്വശക്തനാണ്. എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ജയിക്കും. ഈ ഒരു ഉറപ്പേറിയ നിർണയം നമുക്കുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു നിർണയം. വെറുതെ ഊഹിച്ചാൽ പോരാ. നമ്മുടെ ജീവിതം യേശുക്രിസ്തു കൂടെ നിൽക്കത്തക്കവണ്ണം വിശുദ്ധമാണെങ്കിൽ യേശു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഭയപ്പെടേണ്ട. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുള്ള ഒരു വിശുദ്ധ ജീവിതം നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. യേശു നിങ്ങൾ സഹായിക്കും. സ്തോത്രം. അങ്ങനെയല്ലേ അനേകം ദൈവമക്കളുടെ അനുഭവം അതല്ലേ? വിശ്വാസികളായ ദൈവമക്കൾ അനേകരുടെ അനുഭവം അതല്ലേ? ഇവിടെ ഇരിക്കും നിങ്ങൾ തന്നെ അനേക പേർക്ക് ഇങ്ങനെ അനുഭവം ഇല്ലേ? ഒരു വിശ്വാസം കിട്ടിയത് അതും ഒരു ദാനമാണ്. വിശ്വാസം കിട്ടുന്നത് ഒരു ദാനമാണ്. അത് ദൈവത്തിന് കൃപയാണ്. വിശ്വാസം കിട്ടുക. വിശ്വാസം വേണമെന്ന് പറഞ്ഞാൽ വിശ്വാസം കിട്ടില്ല. എൻ്റെ കർത്താവേ, എന്നെ ഒരു വിശ്വാസിയാക്കി തീർക്കണേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. എൻ്റെ കർത്താവേ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. അന്ധവിശ്വാസങ്ങളും അവിശ്വാസങ്ങളും അല്പവിശ്വാസങ്ങളും എന്നിൽ നിന്ന് മാറ്റണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. മറക്കല്ലേ വാക്കുകൾ. അന്ധവിശ്വാസങ്ങളും അല്പവിശ്വാസങ്ങളും അവിശ്വാസങ്ങളും എന്നിൽ നിന്ന് മാറ്റണമേ. ചിലർക്ക് അന്ധവിശ്വാസമുണ്ട്, ചിലർക്ക് അല്പവിശ്വാസമുണ്ട്, ചിലർക്ക് അവിശ്വാസമുണ്ട്. ഇതെല്ലാം മാറണം. നിറഞ്ഞ വിശ്വാസം, കടുകുമണി പോലത്തെ വിശ്വാസം. കടുകുമണിക്കകത്ത് അതിൻ്റെ കാമ്പ് നിറഞ്ഞു നിൽക്കുന്നത് പോലെ, നല്ല തിങ്ങി നിൽക്കുന്നത് പോലെ കടുകുമണി പോലത്തെ വിശ്വാസം. കർത്താവേ, എൻ്റെ അന്ധവിശ്വാസം മാറ്റണമേ, എൻ്റെ അബദ്ധവിശ്വാസം മാറ്റണമേ, എൻ്റെ അവിശ്വാസം മാറ്റണമേ, എൻ്റെ അല്പവിശ്വാസം മാറ്റണമേ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്നാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തിൽ നാം കണ്ടത്. കർത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ദൈവത്തിന് സ്തോത്രം. ഇബ്താഹ് ആത്മാവിൻ്റെ നിറവിൽ ശക്തിയോടെ ആത്മാവ് വന്നപ്പോൾ ശത്രു സൈന്യത്തെ ജയിച്ചു, മിദ്യാന്യരെ തോൽപ്പിച്ചു. ഇബ്താഹ് ജയം കൊണ്ടു. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് ഇബ്താഹ് പറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്ന മറ്റൊരു ന്യായാധിപനാണ് ശിംശോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. 15:14. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്നാൽ ബന്ധനങ്ങൾ ദ്രവിച്ചു പോകും, കെട്ടുകൾ കത്തിപ്പോകും. ഈ ശിംശോനെ ഫെലിസ്ത്യർ ഒരു ദിവസത്തിൽ പിടികൂടി. കയറുകൊണ്ട് ബന്ധിച്ചു. വലിയ ചണക്കയറുകൊണ്ട് ബന്ധിച്ചു. എന്നിട്ട് അവരുടെ സൈന്യത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നു. മല്ലനെ ഞങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് ആർത്ത് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. വലിയ സന്തോഷം ഫിലിസ്തർക്ക്. പക്ഷേ ശിംശോൻ ഈ ശത്രുനിരയുടെ നടുക്കെത്തിയപ്പോൾ ശിംശോൻ ഒന്ന് എൻ്റെ കർത്താവേ എന്ന് വിളിച്ചു.
ഒന്ന് വിളിച്ചു. ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നു ശിംശോൻ്റെ മേൽ. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നു. പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, ശത്രു തൊടുകയില്ല. ശിംശോൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നു. ശിംശോൻ്റെ കൈകളിലുള്ള ബന്ധനങ്ങൾ, കെട്ടുകൾ, കയറുകൾ എല്ലാം കരിഞ്ഞുപോയി. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ബന്ധനങ്ങൾ കരിഞ്ഞു പോകും. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ചില ബന്ധനങ്ങളുണ്ട്. എന്തൊക്കെയാണ് ബന്ധനങ്ങൾ? അത് നിങ്ങൾക്ക് തന്നെ അറിയാം. കോപത്തിൻ്റെ ബന്ധനമുള്ള ആളുകളുണ്ട്. കോപത്തിൻ്റെ ബന്ധനം, അതിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. കോപത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഒരു കാര്യമില്ലെങ്കിൽ പെട്ടെന്ന് ചുണ്ടി പിടിക്കും, പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ ഓർക്കും, എന്തിനാണ് ഞാൻ ദേഷ്യപ്പെട്ടത്, എന്ത് കണ്ടതരായിപ്പോയി, പിന്നെ ഓർക്കും. പക്ഷേ ആദ്യം ദേഷ്യമാണ് വരുന്നത്. ഒന്ന് ചിന്തിക്കാൻ നേരമില്ലാതെ ദേഷ്യം അങ്ങ് വരും, കോപം അങ്ങ് വരും. അതുപോലെ തന്നെ ഓരോ വികാരങ്ങൾ, ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനം എന്താണ് നിങ്ങളുടെ ബന്ധനം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ഏറ്റവും വലിയ ബന്ധനം എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ? ശിംശോന് ഒരു ബന്ധനം ഉണ്ടായിരുന്നു കേട്ടോ. ശിംശോനൊരു വീക്ക് പോയിൻ്റ് ഉണ്ടായിരുന്നു. വീക്ക് പോയിൻ്റ്, ഒരു ബലഹീന വശം ഉണ്ടായിരുന്നു ശിംശോന്. എന്തായിരുന്നു ശിംശോൻ്റെ വീക്ക് പോയിൻ്റ്? ശിംശോൻ ദൈവത്തിൻ്റെ വ്രതസ്ഥനാണ്, പക്ഷേ തൻ്റെ ജീവിതത്തിൽ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തില്ല. ഈ ലൈംഗികമായ കെട്ടുറപ്പുള്ളവനായിരുന്നില്ല ശിംശോൻ. ലൈംഗികമായ ആസക്തിയിൽ നിബന്ധനയുള്ളവനായിരുന്നില്ല ശിംശോൻ. ശിംശോൻ തീരുമാനങ്ങളൊക്കെ എടുക്കും, പക്ഷേ തീരുമാനം എടുത്താലും ലൈംഗികമായ വികാരത്തിൻ്റെ ചോദന മുതിർന്നു വരുമ്പോൾ, വികാരത്തിൻ്റെ വേലിയേറ്റം കൊള്ളുമ്പോൾ ശിംശോൻ തകർന്നു പോകും, താണുപോകും, വീണുപോകും. ലൈംഗികതയുടെ ബന്ധനമുണ്ടായിരുന്നു ശിംശോന്. എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ആരോഗ്യമുള്ള ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും ലൈംഗിക വാസനയുണ്ട്, അത് തെറ്റല്ല. പക്ഷേ അത് അനവസരത്തിലാകുമ്പോഴാണ് പാപമാകുന്നത്. വിവാഹത്തിന് മുൻപുള്ള ലൈംഗികത പാപമാണ്, വിവാഹത്തിന് ശേഷമുള്ള ഇതര ലൈംഗികത പാപമാണ്. വിവാഹപൂർവ്വ ബന്ധം, വിവാഹ ഇതര ബന്ധം, പ്രീ മാരിറ്റൽ സെക്സ് ആൻഡ് എക്സ്ട്രാ മാരിറ്റൽ സെക്സ്. വിവാഹത്തിന് മുൻപുള്ള ഏതൊരു തരത്തിലുള്ളതായ ലൈംഗിക വൃത്തിയും പാപമാണ്. ലൈംഗിക വികാരങ്ങൾ കടിമപ്പെടാൻ പാടില്ല, ലൈംഗിക ചോദനകൾ കടിമപ്പെടാൻ പാടില്ല, ലൈംഗികമായ ആസക്തി വിധേയപ്പെടാൻ പാടില്ല. വിവാഹത്തിന് ശേഷം സ്വന്തം ഭാര്യയല്ലാതെ, സ്വന്തം ഭർത്താവല്ലാതെ അന്യ ജഡത്തിലേക്ക് മോഹം പോകാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ശിംശോൻ പക്ഷേ വ്രതസ്ഥനായിരുന്നു. വ്രതസ്ഥൻ എന്ന് പറഞ്ഞാൽ വ്രതമുള്ളവൻ, നാസിർ വ്രതമുള്ളവനായിരുന്നു. വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുത്തവനായിരുന്നു ശിംശോൻ. ഗർഭം മുതലേ നാസിർ വ്രതസ്ഥനായിരുന്നു. ദൈവം പ്രത്യേകിച്ച് വ്രതസ്ഥനായി കണ്ടവനായിരുന്നു. വ്രതസ്ഥനായി കണ്ടവൻ, അവൻ പിന്നെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ പാടില്ല. അവൻ പിന്നെ ലൈംഗികമായ ചിന്താഗതിയിലേക്ക് പോകാൻ പാടില്ല. ആദ്യം ചിന്തിക്കേണ്ടതായിരുന്നു, വ്രതസ്ഥനാകുന്നതിന് മുൻപ്, ഈ ദേറാവാസി ആകുന്നതിന് മുൻപ് ചിന്തിക്കേണ്ടതാണ്, ഇതെനിക്ക് പറ്റുമോ, എന്നെക്കൊണ്ടാകുമോ, പിടിച്ചു നിൽക്കാൻ പറ്റുമോ, ചിന്തിക്കേണ്ടതാണ്. വ്രതം എടുത്തു, ഇല്ല വൈവാഹിക ബന്ധമില്ല, ലൈംഗിക ബന്ധമില്ല എന്നെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് വ്രതസ്ഥനായി കഴിഞ്ഞു, എന്നിട്ട് പിന്നെ വീണു പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഭയാനകമായ വീഴ്ചയാണ്, ഭയാനകമായ വീഴ്ച. വീഴ്ച വലിയതെന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ, വീഴ്ച വലിയത്. ശിംശോൻ അങ്ങനെയായിരുന്നു, വ്രതസ്ഥനായിരുന്നു. പക്ഷേ ശിംശോൻ ഈ ഒരു വീക്ക് പോയിന്റിൽ വീഴുന്നവനായിരുന്നു. ശിംശോൻ്റെ കൈകൾ ബന്ധിച്ചു. ശിംശോനെ കെട്ടി കൊണ്ടുപോയി ശത്രുനിരയുടെ നടുവിൽ കൊണ്ടുപോയി ഇരുത്തി. ശത്രുക്കൾ പിടിച്ചു. പക്ഷേ ദൈവം തൻ്റെ വ്രതസ്ഥനെ മറന്നില്ല. ദൈവം തൻ്റെ വ്രതസ്ഥനെ വിട്ടുകളഞ്ഞില്ല. ദൈവം ശിംശോൻ്റെ നേരെ കരുണ കാണിച്ചു. ശിംശോനോട് മനസ്സലിഞ്ഞു. ശിംശോൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവേ എന്ന് വിളിക്കുമ്പോഴേക്കും ദൈവം ഓടി വന്നു കഴിഞ്ഞു. എൻ്റെ ജീവനുള്ള ദൈവമേ എന്ന് വിളിക്കുമ്പോഴേക്കും ജീവനുള്ള ദൈവം വന്നു കഴിഞ്ഞു. ശിംശോൻ്റെ കയ്യിൽ കെട്ടുകളുണ്ട്, ശിംശോൻ ബന്ധിതനാണ്. പക്ഷേ ശിംശോൻ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അപ്പോൾ ലഭിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒന്നുകൂടി വായിക്കൂ, നമുക്ക് വായിക്കാം, ഒന്നുകൂടി വായിക്കാം. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി.
അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. ഇവനെ കിട്ടിയപ്പോഴേക്കും അവനെ ബന്ധിച്ച് കിട്ടിയിരിക്കുകയാണ്. അവർക്ക് വലിയ ആർപ്പ്, ശത്രുക്കൾക്ക് വലിയ സന്തോഷം. മല്ലൻ തകർന്നല്ലോ, ഒരു വീരപുരുഷൻ തകർന്നല്ലോ, മല്ലൻ വീണുപോയല്ലോ, അവൻ ഞങ്ങളുടെ കയ്യിലായല്ലോ, അവന് ബന്ധിക്കാൻ കഴിഞ്ഞല്ലോ, സന്തോഷം, ആർത്തു. പക്ഷേ അപ്പോഴാണ് ശത്രുക്കൾ ആർത്തപ്പോൾ ശിംശോൻ എൻ്റെ ദൈവമേ എന്നോർത്തു. മാത്രം മതി പ്രിയപ്പെട്ടവരെ. ഏതൊരത്യാവശ്യ ഘട്ടത്തിലും ഓടി വന്ന് താങ്ങുന്നവനാണ് ദൈവം. ദൈവം ആരുടെയും അകൃത്യം ഓർമ്മ വയ്ക്കുന്നില്ല, ആരുടെയും പാപം കണക്കിടുന്നില്ല. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ക്ഷണനേരത്തേക്കേ ഉള്ളൂ കർത്താവിൻ്റെ കോപം, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. തെറ്റുകൾ പറ്റിപ്പോയോ, വിളിക്കൂ യേശുവിനെ. വീഴ്ച പറ്റിപ്പോയോ, നിങ്ങൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കൂ ഇപ്പോൾ തന്നെ. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാവങ്ങൾ വന്നുപോയോ, മാലിന്യങ്ങൾ സംഭവിച്ചു പോയോ, എൻ്റെ കർത്താവേ എന്നോട് മനസ്സിലിടണമേ എന്ന് നിങ്ങൾ പറയൂ. ഒരിക്കലും സംഭവിക്കരുതാത്ത എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയോ, എൻ്റെ കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറയൂ. ഗോകുൽത്തായിൽ ചിന്തിയ രക്തം പാവം പോക്കുന്ന രക്തമാണ്. ഗോകുൽത്തായിൽ ചിന്തിയ രക്തം പാവിയെ കഴുകിയെടുക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഗോകുൽത്തായിലെ കുരിശിൽ കൂടി ഒലിച്ചിറങ്ങിയ രക്തം പരിശുദ്ധൻ്റെ പുണ്യരക്തമാണ്. ദൈവത്തിന് സ്തോത്രം. ഗോകുൽത്തായിലെ കുരിശിൽ കൂടി ഒലിച്ചൊലിച്ചിറങ്ങിയ രക്തം പാവിയെ രൂപാന്തരപ്പെടുത്തുകയും വിശദീകരിക്കുകയും ചെയ്ത് അവനെ വിശുദ്ധനാക്കി തീർക്കുന്ന രക്തമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിളിക്കൂ നിങ്ങൾ യേശുവിനെ, വിളിച്ചപേക്ഷിക്കൂ നിങ്ങൾ യേശുവിനോട്. കർത്താവേ, തെറ്റുപറ്റിപ്പോയി കർത്താവേ, എൻ്റെ ജീവിതത്തിൽ സരിതാത്ത് സംഭവിച്ചു പോയി കർത്താവേ, ഇനിയില്ല, വന്നു പോയല്ലോ, ഞാൻ എന്ത് ചെയ്യും കർത്താവേ, വന്നു പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? നീ വേറെ പോക്കിടമില്ലല്ലോ കർത്താവേ, നീ എന്നെ താങ്ങിയല്ല ഞാൻ എന്ത് ചെയ്യും? നിൻ്റെ തർക്കം നീട്ടിയല്ല ഞാൻ എന്ത് ചെയ്യും? സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്നു. ശിംശോൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ ബന്ധനങ്ങൾ കത്തിപ്പോയി, ബന്ധനങ്ങൾ കരിഞ്ഞുപോയി, ബന്ധനങ്ങൾ നിശ്ശേഷം കരിഞ്ഞുപോയി, എല്ലാ ബന്ധനവും കത്തിപ്പോയി. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാമാണ് ബന്ധനങ്ങൾ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഏതെല്ലാമാണ് ബന്ധനങ്ങൾ? എൻ്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ എന്തെല്ലാമാണ്? ഇന്നും എനിക്ക് ചില ആന്തരിക ബന്ധനങ്ങളുണ്ട്, അകത്ത് ചില കെട്ടുകളുണ്ട്, ചില ബന്ധനങ്ങൾ എന്നെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പിശാചിനെ കെട്ടി മുറുക്കി കെട്ടിയിരിക്കുകയാണ്. എന്തെല്ലാമാണ് എൻ്റെ ബന്ധനങ്ങൾ? ഓരോരുത്തരും ചിന്തിച്ച് നോക്കൂ, ബന്ധനങ്ങൾ എന്തെല്ലാമെന്ന് കാണാം. നിങ്ങൾക്ക് ബന്ധനങ്ങൾ നിങ്ങൾ എളിമയോടെ നോക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തരും. സ്തോത്രം. നിങ്ങൾ ഭയപ്പെടേണ്ട, ബന്ധനങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട. എല്ലാ ബന്ധനവും കരിച്ചു കളയുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അതുല്യമായൊരു ശക്തിയാണത്, നിസ്തുലമായൊരു ശക്തിയാണത്, അപ്രമേയമായൊരു ശക്തിയാണത്, അപരിമേയമായൊരു ശക്തിയാണത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത്യുന്നതൻ്റെ ശക്തിയാണത്, പരിശുദ്ധാത്മശക്തി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ദൈവത്തിന് സ്തോത്രം. പവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളിലേക്ക് ഈ ശക്തി വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഈ ശക്തി ഒഴുകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്നത് കർത്താവ് ആഗ്രഹത്തോടെ നോക്കി നിൽക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവേ വരണമേ, ആത്മാവേ പറന്നു വരണമേ നിങ്ങൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ പറന്നു വരണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ ഒഴി വീഴണമേ, എൻ്റെ മേൽ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ വരണമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ബന്ധനങ്ങൾ കത്തിച്ച് കളയുന്ന ആത്മാവേ ഇപ്പോൾ എഴുന്നള്ളി വരണമേ. എൻ്റെ നാഥ, എൻ്റെ ജീവിതത്തിൽ അനേകം ബന്ധനങ്ങളുണ്ട്. എൻ്റെ സ്വപ്നങ്ങൾ വിശുദ്ധമല്ല, എൻ്റെ സ്വപ്നങ്ങൾ ഭയപ്പാടുളവാക്കുന്നതാണ്, എൻ്റെ സ്വപ്നങ്ങൾ ഭീതി ഉളവാക്കുന്നവയാണ്. കർത്താവേ, അതിൻ്റെ ബോധ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്ന പാപത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് അവയെല്ലാം. കർത്താവേ, എനിക്കതെല്ലാം ചിലതെല്ലാം മനസ്സിലാകുന്നുണ്ട്. എൻ്റെ ഉപബോധതലങ്ങളിൽ അമർന്നു കിടക്കുന്ന, മയങ്ങിക്കിടക്കുന്ന പാപത്തിൻ്റെ ചില പരിണത ഫലങ്ങളായിട്ട് പൊങ്ങി വരുന്നതാണ് ഈ സ്വപ്നങ്ങൾ. കർത്താവേ, എൻ്റെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ, എൻ്റെ ബോധമനസ്സിനെ നീ വിശുദ്ധീകരിക്കണമേ, എൻ്റെ ഉപബോധ മനസ്സിനെ നീ വിശദീകരിക്കണമേ, എൻ്റെ അബോധ തലങ്ങളെ നീ വിശദീകരിക്കണമേ, എൻ്റെ ആളത്ത് നീ വിശദീകരിക്കണമേ, എന്നെ മുഴുവനായി രൂപാന്തരപ്പെടുത്തണമേ. നിൻ്റെ ആത്മാവിൻ്റെ മേൽ പറന്നു വരണമേ, ആത്മാവിൻ്റെ മേൽ ഇറങ്ങണമേ, ആത്മാവിൻ്റെ മേൽ വസിക്കണമേ, ആത്മാവിൻ്റെ മേൽ അധിവസിക്കണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആത്മാവിനെ പ്രാപിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ശിംശോൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് വന്നു. ശിംശോൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശിംശോൻ്റെ മേൽ നിന്ന് ബന്ധനം കഴിഞ്ഞു. ആ വാക്യം ഒന്നുകൂടി വായിക്കാം. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി.
അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. അവൻ്റെ ബന്ധനങ്ങളെല്ലാം ദ്രവിച്ചു പോയി. സ്തോത്രം. എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ ബന്ധനങ്ങളെല്ലാം ദ്രവിച്ചു പോകാൻ? എല്ലാ ബന്ധനങ്ങളും. അനേക കുടുംബങ്ങളിൽ ചില ശാപങ്ങളുണ്ട്. ശാപങ്ങൾ എല്ലാം ബന്ധനമാണ്. തലമുറകളായി ഇങ്ങനെ പകർന്നു വരികയാണ്. ചില രോഗങ്ങൾ തലമുറകളായി പകർന്നു വരുന്നു. ചില രോഗങ്ങൾ അതങ്ങനെയാണ്, പാരമ്പര്യ രോഗങ്ങൾ. അത് തലമുറകളായി ഒന്ന് മാറി അപ്പനിൽ നിന്ന് അപ്പനിൽ നിന്ന് അപ്പനിലേക്ക്, അപ്പനിൽ നിന്ന് മകനിലേക്ക്, ഇങ്ങനെ മോൻ അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ പകർന്നു പോകുന്നു. തലമുറകളായുള്ള ചില ശാപങ്ങൾ. ചില കുടുംബങ്ങളിൽ ചില അത്യാഹിതങ്ങൾ. ഒന്ന് മാറി അത്യാഹിതങ്ങൾ. എന്തുകൊണ്ടാണോ? അത്യാഹിത മരണങ്ങൾ. ചില കുടുംബത്തിൽ ഒരാൾക്ക് അത്യാഹിത മരണം, വേറൊരാൾക്ക് വേറെ വിധത്തിലൊരു അത്യാഹിത മരണം, ആക്സിഡൻസ്. എന്താണിത്? ചില കുടുംബങ്ങളിൽ അങ്ങനെയല്ല. ഈ ആ കുടുംബത്തിൻ്റെ അകത്തുള്ളിൽ എന്നും സ്വൈരക്കേട്, എന്തെങ്കിലും വിഷയം ഉണ്ടാകും, എന്നും വഴക്ക്, ഒരൈക്യമില്ല വീട്ടിൽ, ഐക്യമില്ല. അതൊരു ശാപമാണ്. വീട്ടിൽ ഐക്യമില്ല. എന്തിനാണ് വഴക്ക് കൂടുന്നത്? ആർക്കറിയാം? വഴക്ക് കൂടുന്നതിനാണ് രണ്ടുപേർക്ക് അറിഞ്ഞുകൂടാ. ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ, ഭർത്താവിനും അറിഞ്ഞുകൂടാ, മക്കൾക്ക് അറിഞ്ഞുകൂടാ. എന്തിനാണ് വഴക്ക് കൂടുന്നത്? കാര്യമില്ല, പക്ഷേ കലഹമാണ്. എന്നും അസ്വസ്ഥത, എന്നും ശണ്ഠ, എന്നും ഇഷ്ടക്കേട്, എന്നും മുഷിച്ചിൽ, എന്നും മുഖം വാടിയിരിക്കുക, എന്നും മുഖം വീർത്തിരിക്കുക. മിണ്ടില്ല, മിണ്ടാട്ടമില്ല. എന്നാൽ തുറന്നു പറഞ്ഞാൽ പാടില്ലേ? തുറന്നു പറഞ്ഞാൽ പല കാര്യങ്ങൾ തീരുമല്ലോ. ഇല്ല, പറയില്ല. തുറന്ന് പറയുകയില്ല, ഉള്ളിലിരിക്കും. വലിയ ദോഷമത്. ഈ ഉള്ളിലിരുന്ന് അവിടെ ഇരുന്ന് സമ്മർദ്ദം, അത് സപ്രഷനല്ല, റിപ്രഷൻ എന്ന് പറയും. റിപ്രഷൻ. അകത്തങ്ങ് സമ്മർദ്ദം കൊണ്ടിട്ട് അവിടം ഏറ്റവും വികലമാക്കും, വികൃതമാക്കും, വിരൂപമാക്കും. അവിടെ നിന്ന് അത് അഴുക്കായി പുറത്തേക്ക് ബഹിർഗമിക്കും. അത് കൂടുതൽ അപകടം ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ ആത്മഹത്യയായി തീരും, ചിലപ്പോൾ കൊലപാതകമായി തീരും, ചിലപ്പോൾ വലിയ വലിയ കത്തിക്കുത്തുകളോ അനർത്ഥങ്ങളോ ആയി തീരും. ഇതെല്ലാം ഈ അമർത്തപ്പെട്ട് കിടക്കുന്ന വികാരങ്ങളുടെ ബഹിർഗമനമാണ്. അമർത്തി വച്ചിരിക്കുന്ന വികാരങ്ങൾ പുറത്തേക്ക് തള്ളിത്തിക്കി വരികയാണ്. അനേകം ബന്ധനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ചില ഇഷ്ടക്കേടുകൾ, ചിലരോടുള്ള ചില വൈരാഗ്യങ്ങൾ പോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പോകും കേട്ടോ. എങ്ങനെ? ആത്മാവ് വരുമ്പോൾ പിന്നെ വഴക്കില്ല, പിന്നെ പിണക്കമില്ല, പിന്നെ ഐക്യമാണ്. പിന്നെ ഈ ഡൈവോഴ്സിനെ കുറിച്ചുള്ള ചിന്തയില്ല. മറ്റേ എത്രയും വേഗം ഡൈവോഴ്സ് ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വിവാഹമോചനം. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ആദ്യം വരുന്ന ചിന്ത വിവാഹമോചനം എന്നാണ്. എങ്ങനെ ഒന്നിച്ച് ജീവിക്കാമെന്നല്ല, എങ്ങനെ പിരിയാമെന്ന ചിന്ത അല്ലേ? പല കുടുംബങ്ങളിൽ അങ്ങനെയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നോക്കിയോ, ചില കുടുംബങ്ങളിൽ ഒന്നല്ല രണ്ടല്ല അതിലേറെ വിവാഹമോചനങ്ങൾ. അതെന്താ? അതിനെല്ലാം കാരണം ചില ശാപങ്ങൾ വേട്ടയാടുന്നു. ചില ശാപങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ശാപങ്ങൾ. ഈ ശാപങ്ങളെല്ലാം മാറണ്ടേ? കത്തിപ്പോകും. ശാപങ്ങളെല്ലാം കത്തിപ്പോകും. എങ്ങനെ കത്തും? സ്തോത്രം. എങ്ങനെ കത്തും? ഈ മാറാ രോഗങ്ങൾ എങ്ങനെ മാറും? തീരാവ്യാധികൾ എങ്ങനെ തീരും? സ്തോത്രം. എങ്ങനെ മാറും? പ്രിയപ്പെട്ടവരെ, ഇതെന്താ ഒരു പോംവഴി? പോംവഴിയുണ്ട്. അത് യേശുക്രിസ്തുവിനെ വിളിക്കുക. യേശുക്രിസ്തു വരിക. ഗോകുൽത്തായിലെ കുരിശിൽ തിരക്തം വാർന്നൊഴുകി കിടക്കുന്ന കർത്താവായ യേശുവിനെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ശാപങ്ങൾ മാറും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശുവിനെ നിങ്ങൾ വിളിക്കൂ പ്രിയപ്പെട്ടവരെ. യേശു നിങ്ങളുടെ രക്ഷകനായി വരട്ടെ പ്രിയപ്പെട്ടവരെ. യേശു നിങ്ങളുടെ ഉടമസ്ഥനായി വരട്ടെ, നിങ്ങളുടെ നാഥനായി വരട്ടെ. യേശുക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തം നിങ്ങളെ കഴുകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ തിരക്തത്താലുള്ള കഴുകൽ നിങ്ങൾക്ക് പ്രാപിക്കാം. സ്നേഹം കൊണ്ട് തുടിക്കുന്ന ഹൃദയത്തിൽ നിന്നൊഴുകുന്ന രക്തം, സ്നേഹം കൊണ്ട് തുടിക്കുന്ന ഹൃദയത്തിൽ നിന്ന്, എൻ്റെ ദൈവമേ, ആ സ്നേഹത്താൽ തുടിക്കുന്ന ഹൃദയത്തിൽ നിന്നൊഴുകി വരുന്നതായ രക്തം, ആ സ്നേഹത്തിൻ്റെ രക്തം, പരിശുദ്ധ രക്തം ഇന്ന് നിങ്ങളെ കഴുകട്ടെ. ദൈവത്തിന് സ്തോത്രം. നാളെ ദൂരെ വന്നു പോയ സകല പാപങ്ങളും കഴുകട്ടെ. അറിഞ്ഞും അറിയാതെ നിങ്ങളിൽ വന്നു പോയ സകല പാപങ്ങളും കഴുകി മാറ്റട്ടെ. അറിഞ്ഞും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല തിന്മകളും നിങ്ങളിൽ നിന്ന് മാറ്റി നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം തരട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം വരട്ടെ, കുടുംബത്തിലേക്ക് ഐക്യം വരട്ടെ, കുടുംബത്തിൽ ഒരു മനസ്സ് വരട്ടെ, കുടുംബത്തിൽ സ്നേഹം വരട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശു ഉള്ളിടത്ത് സ്നേഹമുണ്ട്, സ്നേഹമില്ലാത്തയിടത്ത് യേശു ഇല്ല.
പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളിലുണ്ടോ? നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ആരോടെങ്കിലും പരിഭവമുണ്ടോ? ആരോടെങ്കിലും പരാതിയുണ്ടോ? ആരോടെങ്കിലും നീരസമുണ്ടോ? ആരോടെങ്കിലും അകൽച്ചയുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും കോപമുണ്ടോ? കോപത്തിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളതായ ഭ്രാന്ത് പോലത്തെ വികാര വൈശ്യങ്ങളുണ്ടോ? വികാര വിക്ഷോഭങ്ങളുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഓരോന്നോരോ നിങ്ങൾ നോക്കൂ. കർത്താവേ, ഉണ്ട്, പാപങ്ങളുണ്ട്, ബന്ധനങ്ങളുണ്ട്. ഈ ബന്ധനങ്ങൾ കത്തിച്ച് കളയാൻ കർത്താവേ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ ഊതണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഇറങ്ങി വരണമേ. നിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ആവസിക്കണമേ. ശിംശോൻ്റെ മേൽ ആത്മാവ് വന്നു. ശിംശോൻ്റെ ബന്ധനം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇബ്താഹിൻ്റെ മേൽ ആത്മാവ് വന്നു. ശത്രുവിനെ ജയിച്ചു, വിക്ടറി. ശിംശോൻ്റെ മേൽ ആത്മാവ് വന്നു, ബന്ധനം കഴിഞ്ഞു, ലിബർട്ടി. ദൈവത്തിന് സ്തോത്രം. 1 വിക്ടറി, 2 ലിബർട്ടി. ആത്മാവ് വന്നാൽ വിക്ടറിയുണ്ട്, ജയമുണ്ട്. ആത്മാവ് വന്നാൽ ലിബർട്ടിയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, നാനാ ദേശങ്ങളിൽ നിന്ന് ഈ വാക്കുകൾ കേൾക്കുന്നവരെല്ലാവരും ഇപ്പോൾ ദയവായി നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കൂ. കർത്താവേ, എൻ്റെ ബന്ധനങ്ങളെല്ലാം കത്തിച്ച് കളയണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. അനേകം ബന്ധനങ്ങൾ വന്നു പോയതാണ് കർത്താവേ. അനേകം പാവങ്ങൾ വന്നു പോയതാണ്. നാഥ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ ഊതണമേ. അന്ന് സീഹോന്മാളിയിൽ തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ മേൽ ഊതിയ അതേ പരിശുദ്ധാത്മാവിനെ ഇന്ന് എൻ്റെ മേൽ ഊതണമേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഊതി എൻ്റെ ജീവിതത്തിലെ തിന്മകളെല്ലാം അകറ്റിക്കളയണമേ കർത്താവേ. എൻ്റെ നാഥ, എന്നുള്ള പതിരെല്ലാം അകറ്റുന്ന ആ സ്വർഗീയ കാറ്റിൻ്റെ മേൽ വീശണമേ. നെല്ല് മാത്രം വേർതിരിച്ചെടുക്കുന്ന, പതിരെല്ലാം മാറ്റിക്കളയുന്ന, എൻ്റെ ജീവിതത്തിൽ തിന്മകളെല്ലാം മാറ്റിക്കളയുന്ന, നിഷ്ഫലമായതെല്ലാം മാറ്റിക്കളയുന്ന പരിശുദ്ധാത്മാ ശക്തി എൻ്റെ മേൽ ഇറങ്ങണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ. ഒരു പുതിയ തീരുമാനങ്ങൾ എടുക്കൂ കർത്താവേ. ഈ നിമിഷം മുതൽ ഞാൻ യേശുക്രിസ്തുവിന് വകയായി ജീവിക്കും. ഈ നിമിഷം മുതൽ യേശുക്രിസ്തു പ്രസാദിക്കുന്ന ഒരു വിശുദ്ധ ദൈവവൈതലായി ഞാൻ ജീവിക്കും. ഈ നിമിഷം മുതൽ യേശുക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധ വൈതലായി ഞാൻ ജീവിക്കും. നാഥ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ദൈവത്തോട് നിങ്ങൾക്ക് പറയാം, എൻ്റെ യേശുവേ, നീ ക്രൂസിൽ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുനാഥ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. സമർപ്പിക്കൂ. നമ്മൾ തന്നെ സമർപ്പിക്കാം. ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്താം. യേശുവിനോട് വാക്ക് പറയാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കാം. യേശുവിനോട് വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീയ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, ഈ മക്കളെല്ലാം അവിടുന്ന് തൊട്ടതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മക്കളെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ചതായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ശാപങ്ങളും ദോഷങ്ങളും ബന്ധനങ്ങളെല്ലാം കത്തിച്ച് കരിച്ച് കളയുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനെ നൽവരത്താൽ എല്ലാവരെയും വാഴ്ത്തണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.